Hi students, welcome back to EduPlus Academy. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ 10th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 10ൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് എടുക്കുന്നത്. പാർട്ട് 2 വീഡിയോ ആണ് ഇൻഷുറൻസ് സർവീസസിൻ്റെ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് ഇതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് അഥവാ ഉത്തമ വിശ്വാസം. ഉത്തമ വിശ്വാസം എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കരാറുകളാണ് ഇൻഷുറൻസ് കരാറുകൾ. കരാറിലെ രണ്ട് കക്ഷികളും, അതായത് ഇൻഷുറർ ചെയ്യുന്ന ആളും ഇൻഷുർ ചെയ്യുന്ന അയാളും പ്രസക്തമായ എല്ലാ വിവരങ്ങളും പരസ്പരം വെളിപ്പെടുത്തണം. പോളിസിയിൽ നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഇൻഷുറർ പാലിക്കണം. വിവരങ്ങൾ മനഃപൂർവ്വം തടഞ്ഞു വയ്ക്കുന്നത് കരാറിനെ അസാധുവാക്കുന്നു. ഉദാഹരണത്തിന്, ലൈഫ് ഇൻഷുറൻസ് കരാറിൽ ഏർപ്പെടുമ്പോൾ ഇൻഷുർ ചെയ്തയാൾ ജീവന് ഭീഷണിയായേക്കാവുന്ന ഏതെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. അയാൾ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും തുടർന്ന് ഇൻഷുർ ചെയ്തയാൾ തൻ്റെ മരണത്തിന് കാരണമായ അസുഖം ബാധിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്താൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ക്ലെയിമും നൽകാൻ ബാധ്യസ്ഥനായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടായിരിക്കണം, ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻഷുററും ഇൻഷുർഡ് ആയിട്ടുള്ള ആളും പരസ്പരം ഒരു ധാരണയിലെത്തണം. അവരിപ്പോൾ എന്താണ് ലൈഫ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും രോഗബാധിതനാണോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഡീറ്റെയിൽസ് പറയണം. അപ്പോൾ ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻഷുർഡ് ആയിട്ടുള്ള ഒരാൾ സബ്ജക്റ്റ് മാറ്ററിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിരിക്കണം. അത് നിർബന്ധമാണ്. അങ്ങനെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ക്ലെയിം കിട്ടില്ല. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളൊരു കാറാണ് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അതിൻ്റെ കാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, കാറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, ആ കാറിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം. അതർവൈസ് നമ്മളതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തും പോകും. അവർക്ക് എന്താണ് തെറ്റിദ്ധാരണയുടെ പേരിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് തിരിച്ചറിഞ്ഞാൽ അവർക്ക് ആ ഒരു ക്ലെയിം ഒന്നും കിട്ടില്ല. തെറ്റായ വിവരം നൽകിയാൽ അവർ ആ കോൺട്രാക്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ആ ഇൻഷുറൻസ് കമ്പനിക്കുണ്ട്. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻഷുറർ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻഷുർഡിനോട് വ്യക്തമായിട്ടും പറഞ്ഞു കൊടുക്കും. ആ ഇൻഷുറൻസ് കമ്പനി ഇതേ മറിച്ച് അവരുടെ എല്ലാ പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാ ടേംസും കണ്ടീഷൻസും ഒക്കെ വ്യക്തമായിട്ട് ഇവർക്കും പറഞ്ഞു കൊടുക്കും, ആർക്ക് ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തിക്കും. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഉത്തമ വിശ്വാസം. അതാണ് മേജറായിട്ടുള്ളൊരു ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിളാണിത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് വിഷയത്തിൽ സാമ്പത്തിക അല്ലെങ്കിൽ പണപരമായ താല്പര്യം എന്നാണ് ഇതിനർത്ഥം ഇൻഷുർ ചെയ്ത വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഉറപ്പുള്ള ജീവിതത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ വ്യക്തിപരമായ നഷ്ടമായിരിക്കും. ഒരു വ്യക്തിക്ക് ഇൻഷുർ ചെയ്ത വസ്തുവിലോ ജീവിതത്തിലോ ഇൻഷുർ ചെയ്യാനാവാത്ത താല്പര്യമുണ്ട്. അയാൾക്ക് അതിൻ്റെ അസ്തിത്വത്തിൽ നിന്ന് നേട്ടമുണ്ടാകുകയോ അതിൻ്റെ നാശത്തിൽ നിന്നോ സാമ്പത്തികമായി നഷ്ടപ്പെടുകയോ ചെയ്യുന്നു. ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുർ ചെയ്യാവുന്ന പലിശ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന്, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാം. പിന്നീട് അവർ വിവാഹമോചനം നേടിയാൽ ഇത് ഇൻഷുറൻസ് കരാറിനെ ബാധിക്കില്ല. കാരണം കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് പുരുഷന് തൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇൻഷുറൻസ് താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുർ ചെയ്യാനുള്ളൊരു താല്പര്യം, ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനടുത്തൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഇൻഷുറൻസ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പം ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ പൂർണ്ണമായ താല്പര്യം ഉണ്ടായിരിക്കണം. നമുക്ക് നഷ്ടം വന്നതിനെ നികത്താനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. ആരും നിർബന്ധിച്ചിട്ട് നമ്മളൊരു ഇൻഷുറൻസ് എടുപ്പിക്കാൻ പാടില്ല. നമ്മൾ സ്വമേധയെ നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം, നമ്മളിപ്പോൾ ഒരു ആ കാർ നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു കാറാണ്. അപ്പോൾ ആ ഒരു കാറിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കാറിൻ്റെ അടുത്തൊരു താല്പര്യം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ആ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത്. അതിനൊന്നും സംഭവിക്കരുത്. അതിന് സംഭവിച്ചാലും അതിൻ്റെ ആ ഒരു സംഭവം കവർ ആവണം, ഇൻഡെംനിഫൈ ചെയ്തു പോകണം. അതുകൊണ്ട് ആ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മറ്റൊരാൾ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കരുത്, നമ്മുടെ ഒരു സ്വയം താല്പര്യാർത്ഥം എടുക്കണം. അതാണ് ഒരു സെക്കൻഡ് പ്രിൻസിപ്പിളാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് വൺ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ്, ഉത്തമ വിശ്വാസം. സെക്കൻഡ് വൺ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഷുർ ചെയ്യാനുള്ളൊരു താല്പര്യം. തേർഡ് പ്രിൻസിപ്പിളാണ് ഇൻഡെംനിറ്റി, നഷ്ടം നികത്തൽ.
എന്താണ് നഷ്ടം നികത്തൽ എന്ന് പറഞ്ഞാൽ? ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് നഷ്ടപരിഹാരം എന്ന വാക്കിൻ്റെ അർത്ഥം ബന്ധപ്പെട്ട സംഭവം നടക്കുന്നതിന് മുമ്പ് ഒരാളെ അവൻ ഓർ അവൾ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കുക എന്നതാണ്. ഈ തത്വം അഗ്നി, മറൈൻ ഇൻഷുറൻസിനും ബാധകമാണ്. ലൈഫ് ഇൻഷുറൻസ് ഇത് ബാധകമല്ല, കാരണം ജീവൻ നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. ഈ തത്വത്തിൻ്റെ ഉദ്ദേശം ഇൻഷുർ ചെയ്ത ഇവരുടെ സംഭവിക്കുമ്പോൾ ഇൻഷുറൻസ് കരാറിൽ നിന്ന് ലാഭം നേടാൻ ഇൻഷുർ ചെയ്തയാളെ അനുവദിക്കുകയില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ നഷ്ടത്തിൻ്റെയോ ഇൻഷുർ ചെയ്ത തുകയുടെയോ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടം നികത്തലാണ്. എന്തായിരുന്നു പറയുന്നത്? ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. ഓൾ ഇൻഷുറൻസ് കോൺട്രാക്ട് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആർ കോൺട്രാക്ട്സ് ഓഫ് ഇൻഡെംനിറ്റി. എന്താണ്? ഇൻഷുർ ചെയ്ത ഒരു വസ്തുവിന് അപ്രതീക്ഷിതമായിട്ടൊരു നഷ്ടം ഉണ്ടായാൽ ഇൻഷുർഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് ഇൻഡെംനിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ലോസിനെ നികത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇൻഷുറർ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കരാറല്ല. ഇവിടെ ലാഭം എന്നുള്ളത് എന്താണ് പോസിബിൾ അല്ല. അപ്പം ചില ആളുകളുണ്ടാവും എന്താ ഈ ഒരു സംഭവം, അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്ലാന്റ് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഞാനിതിന് ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കത്തി നശിച്ചോട്ടെ, എന്താ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാലോ എന്നൊരു ധാരണയിൽ അങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലും അതിനെ നികത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ എഫേർട്ടും എടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫയർ ഇൻഷുറൻസ് ആണെങ്കിലൊക്കെ അതിനെ ആളുകൾ ഫയർ ഫോഴ്സിനെയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് നമ്മളത് നികത്താൻ ആദ്യം ശ്രമിക്കണം. അപ്പോൾ അവിടെ നമ്മളൊരു ലാഭം നേടുക എന്നുള്ളൊരു ഉദ്ദേശമല്ല. അതെല്ലാം അവർ ചെക്ക് ചെയ്തിട്ടേ നമുക്ക് ക്ലെയിം ചെയ്യാൻ അവർ തരുള്ളൂ, ക്യാഷും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ നഷ്ടം നികത്തലാണ്. അപ്പോൾ നഷ്ടപരിഹാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബന്ധപ്പെട്ട ആ സംഭവം നടക്കുന്നതിന് മുമ്പ് ഒരാളെ അവരുണ്ടായിരുന്ന അതേ സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കുക എന്നാണ്. അപ്പോൾ അവരിപ്പോൾ ഒരു വീടാണെങ്കിൽ ആ ഒരു വീട് അതേ സ്ഥാനത്തേക്ക് തന്നെ വീണ്ടും അതുപോലെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് നൽകുക, ആ ഒരു നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു നഷ്ടം നികത്തൽ. അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 4th പ്രിൻസിപ്പിളാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിഹിതാംശം. ഇത് പറയുന്നത് ഒരേ വിഷയം ഒന്നിലധികം ഇൻഷുറർമാരുമായി ഇൻഷുർ ചെയ്തേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ ഇൻഷുർ ചെയ്തയാൾക്ക് നൽകേണ്ട ഇൻഷുറൻസ് ക്ലെയിം വ്യക്തിഗത ഇൻഷുറർമാരുടെ ഇൻഷുറൻസ് തുകയ്ക്ക് ആനുപാതികമായി എല്ലാ ഇൻഷുറർമാരും പങ്കിടുകയോ സംഭാവന ചെയ്യുകയോ വേണം. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ വിഹിതാംശം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ നോക്കുക. ഒരു വിഷയം, ഒരു സബ്ജക്റ്റ് മാറ്റർ, ഇപ്പോൾ നമ്മളൊരു കാര്യം 2 സ്ഥലത്ത് 2 കമ്പനി ഇൻഷുറൻസ് കമ്പനീനെ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുക. അതേപോലെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു 10 ലക്ഷം വിലയുള്ളൊരു കാർ അദ്ദേഹം ഒരു 2 ഇൻഷുറൻസ് കമ്പനിയിലായിട്ട് ഇൻഷുർ ചെയ്തു. ആ ഒരു ഇൻഷുറൻസ് പോളിസി 2 കമ്പനിയിലായിട്ട് എടുത്ത്. അപ്പോൾ ഒരു ദിവസം ആ കാറിനൊരു ആക്സിഡൻറ്റ്, ആ കാർ നഷ്ടമായിട്ട് ഒരു ലോസ് സംഭവിച്ചു കാറിന്. അപ്പോൾ ആ ഒരു ഫുൾ ഡാമേജ് കാർ മൊത്തം ഫുൾ ഡാമേജായി. അപ്പോൾ ഈ 2 ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് 10 ലക്ഷത്തിൻ്റെ കാറിന് ഇവിടെ 20 ലക്ഷം കിട്ടുന്നുള്ള അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. 2 കമ്പനിയിലായതുകൊണ്ട് ആ 10 ലക്ഷം വീതം 2 കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാം, അങ്ങനെ ക്യാഷ് കിട്ടും എന്നുള്ളൊരു മൈൻഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കില്ല. അപ്പോൾ ആ 10 ലക്ഷം ആണ് അയാൾ ഇൻഷുറൻസ് ചെയ്തതെങ്കിൽ ആ 10 ലക്ഷം മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു കാറിൻ്റെ വാല്യൂ 10 ലക്ഷമാണ് കാണുന്നതെങ്കിൽ അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പം 2 ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും 10 ലക്ഷം വീതമല്ല, നേരെ മറിച്ച് 5 ലക്ഷം വീതം 2 ഇൻഷുറൻസ് കമ്പനികളും കൊടുക്കും. ആ ഒരു ടോട്ടൽ 10 അതേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ ആക്ച്വൽ ലോസിന് മാത്രമേ ഇൻഡെംനിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ലാഭം നേടാനുള്ളൊരു ഉദ്ദേശത്തോടെ അതുപോലൊരു ക്യാഷ് കുറേ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു ആക്ച്വൽ ലോസിനെ മാത്രമേ ഇൻഡെംനിഫൈ ചെയ്യുള്ളൂ. അതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്, ഒരു കോൺട്രിബ്യൂഷൻ വിഹിതാംശം. നെക്സ്റ്റ് സബ്രൊഗേഷൻ എന്ന് പറഞ്ഞാൽ പരിത്യാഗം. സബ്രൊഗേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് സബ്രൊഗേഷൻ എന്ന കരാറിൽ ഇൻഷുർ ചെയ്തയാൾക്ക് നഷ്ടപരിഹാരം നൽകിയ ശേഷം ഇൻഷുറൻസ് വിഷയവുമായി ബന്ധപ്പെട്ട ഇൻഷുറർ ചെയ്തയാളുടെ എല്ലാ അവകാശങ്ങളും ലഭിക്കും എന്നാണ്. ഉദാഹരണത്തിന് 2000 രൂപ വിലയുള്ള സാധനങ്ങൾ എന്ന് കരുതുക. 20,000 രൂപ ഭാഗികമായി കത്തി നശിച്ചു. ഇൻഷുറൻസ് കമ്പനി ഇൻഷുറർ ചെയ്തയാൾക്ക് നഷ്ടപരിഹാരം നൽകുന്നു. തുടർന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ഭാഗികമായ നശിച്ച സാധനങ്ങൾ പോലും എടുത്ത് വിപണിയിൽ വിൽക്കാൻ കഴിയും.
ഓക്കെ, എന്താണ് സബ്രഗേഷൻ എന്ന് പറഞ്ഞാൽ പരിത്യാഗം. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു വ്യക്തി ഒരു എക്സാമ്പിൾ നോക്കുക. ഒരു വ്യക്തി അയാളുടെ ഒരു കാർ ഇൻഷുറൻസ് എടുത്ത് പോളിസി എടുത്തു എന്ന് വിചാരിക്കാം. അത് ഫുൾ കവർ ഇൻഷുർ ആണ് ചെയ്തത്. അപ്പോൾ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കാർ ആക്സിഡൻ്റ് ആയി എന്ന് വിചാരിക്കാം. സോ ആ കാറിന് ഡാമേജ് സംഭവിച്ചു, ആക്സിഡൻ്റ് ആയിട്ട് ഡാമേജ് സംഭവിച്ചു. അപ്പോൾ അദ്ദേഹം എന്താണ്, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ അപ്ലൈ ചെയ്തു. ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻഷുറൻസ് കമ്പനിക്ക് അത് നോക്കിയിട്ട് അതിൻ്റെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇനി ആ കാറിൻ്റെ ഉടമസ്ഥാവകാശം ഇനി ആർക്കായിരിക്കും വരിക? ഇൻഷുറൻസ് കമ്പനിക്കാണ് വരിക. എന്ന് വെച്ചാൽ നഷ്ടം സംഭവിച്ച ഒരു സാധനം, കാറിന് നഷ്ടം സംഭവിച്ചു, അത് ആ ഒരു നഷ്ടം സംഭവിച്ചത് അവർ ഇൻഷുറൻസ് എടുത്ത ആൾക്കാരായതുകൊണ്ട് ആ ഒരു കാറിൻ്റെ ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ഇനി അതിൻ്റെ ഉടമസ്ഥാവകാശം അഥവാ ഓണർഷിപ്പ് ഇനി ആ കമ്പനിക്കാണ് ഉണ്ടാവുക. ആ ഉടമസ്ഥന് ഇനി യാതൊരു അവകാശവും ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും ഇനി അതിൻ്റെ മൊത്തം അവകാശം, ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആ കാറിൻ്റെ ലോസിനുള്ള ക്യാഷ് അവർ കൊടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ആ കാറും കൂടെ ഇനി കൊടുത്താൽ അവർക്ക് എന്താ, അവരത് പല പരിപാടി ചെയ്യും. അതൊന്നെങ്കിൽ അത് മറച്ച് വിൽക്കുക, അല്ലെങ്കിൽ അത് റെൻറ്റിന് കൊടുത്തിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്താ, അവർക്ക് ഡബിൾ ബെനിഫിറ്റായി പോവില്ലേ? അപ്പോൾ അത് ഈ ഒരു പോളിസി അനുവദിക്കില്ല. അപ്പോൾ അവർക്ക് എന്താണോ നഷ്ടമായത് അതിൻ്റെ ക്യാഷ് കൊടുത്ത് സെറ്റിൽമെൻറ്റ് ചെയ്യും. അത് വിറ്റ് കാശാക്കാൻ ഇനിയും ഓണർഷിപ്പും കൂടെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വിറ്റ് അവർ കാശാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ഓണർഷിപ്പ് ഇൻഷുറൻസ് കമ്പനിക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തത്വത്തിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്, ഈ സബ്രഗേഷൻ എന്ന് പറയുന്ന ഈ ഒരു പരിത്യാഗം, അതാണ്. ഈ ഓണർഷിപ്പ് നേരെ കമ്പനിക്ക് തന്നെ, ഇൻഷുറൻസ് കമ്പനിക്ക് തന്നെ പോകും. പിന്നെ ഓണർഷിപ്പ് ആ ഒരു വ്യക്തിക്ക്, ഇൻഡിവിജ്വലിന് ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് ലാഭം കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ഈ ഒരു ഇൻഷുറൻസ് പോളിസി അനുവദിക്കില്ല. അത് അതിൻ്റെ പ്രിൻസിപ്പിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ സബ്രഗേഷൻ അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇനി നോക്കാനുള്ളത് മിറ്റിഗേഷൻ ഓഫ് ലോസ്. എന്താണ് നഷ്ടം ലഘൂകരിക്കൽ? നഷ്ടം ലഘൂകരിക്കൽ എന്ന് പറഞ്ഞാൽ, ഒരു അപകടമുണ്ടായാൽ ഇൻഷുറൻസ് വിഷയത്തിലെ നഷ്ടം അല്ലെങ്കിൽ നാശനഷ്ടം കുറയ്ക്കുന്നതിനോ ലഘൂകരിക്കുന്നതിനോ സാധ്യമായ എല്ലാ നടപടികളും ഇൻഷുറർ ചെയ്ത വ്യക്തി സ്വീകരിക്കണം. ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തതിനു ശേഷം ഇൻഷുർ ചെയ്തയാൾ വിഷയത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് അശ്രദ്ധ കാണിക്കുന്നില്ലെന്ന് ഈ തത്വം ഉറപ്പാക്കുന്നു. ഇൻഷുർ ചെയ്തയാൾ വിഷയം ഇൻഷുർ ചെയ്തിട്ടില്ലെന്ന മട്ടിൽ പ്രവർത്തിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്? നാശനഷ്ടം നഷ്ടം ലഘൂകരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു കാര്യം, നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വിചാരിക്കുക. നമ്മുടെ ഒരു പ്രോപ്പർട്ടിക്ക് ഇൻഷുറൻസ് എടുത്തു. ആ ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, അതുപോലെ ആ ഒരു ഇൻഷുറൻസ് നമ്മളൊരു ഫയർ ഇൻഷുറൻസ് ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അതിപ്പോൾ ഒരു വ്യക്തി ഒരു 10 ലക്ഷം വിലയുള്ള എന്താ പറയുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്, നമ്മൾ ആ ഒരു വീട് ഇൻഷുറൻസ് എടുത്തു, ഒരു 10 ലക്ഷം വിലയുള്ള ആ വീടിനെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു വീട് തീപിടുത്തത്തിനുണ്ടായി. ആ തീപിടുത്തം സംഭവിച്ച ഭയങ്കര നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ച്. അപ്പോൾ എന്താണ്, അവർ ആ നാശനഷ്ടം ലഘൂകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. അതിനുള്ള എല്ലാ സ്റ്റെപ്പുകളും, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് എന്താണ്, അത് കെടുത്താനുള്ള എല്ലാ പരിപാടികളും നമ്മൾ നോക്കണം. ഒന്നെങ്കിൽ നമ്മൾ ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആളുകളൊക്കെ കൂട്ടിയിട്ട് അത് കെടുത്താൻ വേണ്ടി വെള്ളം ഒഴിക്കുക, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ വീടല്ലേ, ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, ബാക്കി ഇൻഷുറൻസ് പോളിസി നമുക്ക് ആ ഒരു ക്ലെയിം ചെയ്യുമോ, അവർ ഇൻഡംനിഫൈ ചെയ്യും, അപ്പോൾ ആ ഒരു ക്യാഷ് നമുക്ക് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അത് കത്തുന്നെങ്കിൽ നോക്കിയിരിക്കാൻ പാടില്ല. നേരെ മറിച്ചിട്ട് അത് നമ്മൾ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെയൊക്കെ കെടുത്താൻ പറ്റും, അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് മാക്സിമം നോക്കണം. ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്യുക, അല്ലാതെ ഫയർ കെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലോസ് ലഘൂകരിക്കാനുള്ള എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഉണ്ടാവണം. അല്ലാതെ ഈ ഒരു പോളിസിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. അതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലാസ്റ്റുള്ള പ്രിൻസിപ്പിളാണ് കോഴ്സ പ്രോക്സിമ, അല്ലെങ്കിൽ നിയറസ്റ്റ് കോഴ്സ, ഒരു സമീപസ്ഥ കാരണം എന്നാണ് പറയുന്നത്. കോഴ്സ പ്രോക്സിമ എന്താണെന്ന് വെച്ചാൽ, ഈ തത്വമനുസരിച്ച് ഇൻഷുർ ചെയ്ത അപകട സാധ്യത മൂലമുണ്ടാകുന്ന നഷ്ടത്തിന് മാത്രമേ ഇൻഷുർ ചെയ്തയാൾക്ക് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ കഴിയൂ. ഇൻഷുർ ചെയ്ത അപകട സാധ്യത നഷ്ടത്തിന് ഏറ്റവും അടുത്തുള്ള കാരണമായിരിക്കണം, വിദൂര കാരണമല്ല. എങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാകൂ. ഉദാഹരണത്തിന്, ഓറഞ്ചുമായി പോകുന്ന ഒരു കപ്പൽ അപകടത്തിൽ നിന്ന് ഉണ്ടാകുന്നത് നഷ്ടങ്ങളിൽ നിന്ന് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. കപ്പൽ സുരക്ഷിതമായി തുറമുഖത്തെത്തിയോടെ കപ്പലിൽ നിന്ന് ഓറഞ്ച് ഇറക്കാൻ കാലതാമസം നേരിട്ടു. തൽഫലമായി ഓറഞ്ച് കേടായി. അപ്പോൾ ഇൻഷുറർ നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകിയില്ല. കാരണം യാത്രയ്ക്കിടെ അപകടമൊന്നും സംഭവിക്കാത്തതും
ഇറക്കുന്നതിലെ കാലതാമസവുമാണ് നഷ്ടത്തിൻ്റെ ഏക കാരണം. അപ്പോൾ ഈ കോഴ്സ പ്രോക്സിമ എന്ന് പറഞ്ഞാൽ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ്, ഒരു സമീപസ്ഥ കാരണമാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്, നമ്മുടെ ഒരു വീടിന് ഇപ്പോൾ ഒരു എത്ര 40 ലക്ഷം രൂപ വരുന്നൊരു വീടാണെന്ന് വിചാരിക്കാം. ആ ഒരു വീട് അതിന് നമ്മൾ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചാൽ എന്താണ്, ആ ഫയർ ഇൻഷുറൻസിൻ്റെ കോമ്പൻസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഡേ വീടിന് തീ പിടിച്ചു എന്ന് വിചാരിക്കാം. അന്ന് തന്നെ എന്താണ്, ഭൂമികുലുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു പ്രശ്നം കൂടെ സംഭവിച്ച് വീടിന് ഓൾറെഡി തീ പിടിച്ചു, അതല്ലാതെ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഭൂമികുലുക്കം ഉണ്ടായി വിചാരിക്കുക. അപ്പോൾ ആ രണ്ടിനും എന്താണ്, വീടിന് നാശം സംഭവിക്കും. വീട് തീ പിടിച്ചതിൻ്റെ നാശവും സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു ലോസ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എന്താണ്, ഭൂമികുലുക്കത്തിലൂടെ വന്നൊരു നാശവും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നാശനഷ്ടം ഉണ്ടായി. അപ്പോൾ എന്താണ്, ഇൻഷുറൻസ് കമ്പനി വന്നിട്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ എന്താ, അവരെന്താണ് അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ളൊരു റീസൺ നോക്കുക. അവരെന്താണ് മെയിനായിട്ട് കാരണം എന്താണ്, അപ്പോൾ തീ പിടിച്ചതാണ് ഫസ്റ്റ്, ഏതാണ് ഉണ്ടായത്, തീപിടുത്തമാണ് ഉണ്ടായത്. അപ്പോൾ അവർ ആ കോമ്പൻസേഷൻ ഏതാണ്, ആ ഒരു തീപിടുത്തത്തിൻ്റെ പേരിലുള്ള കോമ്പൻസേഷനെ തരുള്ളൂ. അപ്പോൾ ആദ്യം നടന്നത് ഫയർ ആയതുകൊണ്ടാണ് ഇൻഷുറൻസ് കിട്ടിയത്. അല്ലെങ്കിൽ ആദ്യം ഭൂമികുലുക്കം ആണെങ്കിൽ എന്താണ്, ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവില്ല. ഭൂമികുലുക്കം വന്നതിന് ശേഷമാണ് തീ പിടിച്ചതെങ്കിലോ റീസൺ ഭൂമികുലുക്കമാണ്. ആ പ്രൈമറി ആയിട്ട് അവിടെ വന്ന ഒരു പ്രാഥമികമായിട്ട് നടന്ന കാര്യം ഭൂമികുലുക്കമാണ്. പക്ഷേ നേരെ മറിച്ച് അവിടെ ആദ്യം ഫയർ ഇൻഷുറൻസ് പോളിസിയാണ് അവരെടുത്തത്, ആ വീട്ടുകാരെടുത്തത്. അപ്പം ആ വീടിന് ഫയർ ആയതുകൊണ്ടാണ് അവർക്ക് ആ ഒരു കിട്ടിയത്, ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമീപസ്ഥ കാരണം അതിനൊക്കെ ഇൻഷുറൻസ് കിട്ടുള്ളൂ, ആ ഒരു കാര്യത്തിന് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അപ്പോൾ നേരെ മറിച്ച് ആദ്യം ഭൂമികുലുക്കാണ് സംഭവിച്ചെങ്കിൽ കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്താണോ ചെയ്തത്, നമ്മൾ ഇൻഷുറൻസ് കിട്ടുന്നത് എന്തിനാണോ വേണ്ടി ഇൻഷുറൻസ് ചെയ്തത്, അപ്പോൾ ആ ഒരു കാര്യം നടന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കോഴ്സ പ്രോക്സിമ എന്ന് പറഞ്ഞാൽ. അപ്പം നിയറസ്റ്റ് കോഴ്സാണ് അതിന് കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അതിൽ എന്താണ്, ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അവരുടെ ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഷുറൻസ് കമ്പനി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും പോളിസിയുടെ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതേപോലെ നമ്മൾ എന്ത് കാര്യത്തിനെയാണോ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നത്, ലൈഫ് ഇൻഷുറൻസിനാണെങ്കിൽ നമുക്കുള്ള അസുഖങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി എപ്പം എങ്ങനെ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ ഒരു ഉത്തമ വിശ്വാസമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഫസ്റ്റ് വൺ ആയിട്ടുള്ള അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിന് വേണ്ടത്. നെക്സ്റ്റ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന ആ ഒരു ഇതിനെ എടുത്ത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മറ്റൊരാളുടെ പേരിൽ നമ്മൾ പോയിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല. നമ്മുടെ ഒരു സ്വയം താല്പര്യം, നമുക്കൊരു ഇൻഷുറൻസ് ചെയ്യാനുള്ളൊരു താല്പര്യം, നമ്മളൊരു കാറൊക്കെ ആണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നഷ്ടം നികത്തൽ എന്ന് പറഞ്ഞാൽ ഇൻഡെംനിഫൈ ചെയ്യുന്നത് എന്താണ്, അത് നമുക്ക് ആ ഒരു നഷ്ടം, ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ നമുക്ക് ആ ഒരു ഇൻഡെംനിഫൈ ചെയ്യാൻ പാടില്ല. മോണിറ്ററി ടേംസ് ആയിട്ട് അവർക്ക് ആ ഒരു നഷ്ടം നികത്താൻ പറ്റുള്ളൂ. അതാണ് അതിൽ പറയുന്നത്. പിന്നെ എന്താണ്, കോൺട്രിബ്യൂഷൻ പറഞ്ഞു, വിഹിതാംശം എന്ന് വെച്ചാൽ രണ്ട് പ്രോപ്പർട്ടി, രണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആക്ച്വൽ ലോസിൻ്റെ ആ ഒരു വാല്യൂ നഷ്ടമേ നമുക്ക് കിട്ടുള്ളൂ. സബ്രോഗേഷൻ പറഞ്ഞു, പരിത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെയിരുന്നു പറഞ്ഞത്, സബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കാറ് ഒക്കെ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ആ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് എടുത്തതെങ്കിലും ആ ഒരു കാറിന് ഡാമേജ് സംഭവിച്ച ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് നോക്കിയിട്ട് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുത്തു. അപ്പോൾ ഇനി ആ ഒരു കാറിൻ്റെ ഉടമസ്ഥാവകാശം ആർക്ക് പോകും, ആ ഒരു ഓണർഷിപ്പ് കമ്പനിക്ക് പോകും. അതാണ് സബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അവർ ലാഭം ഉണ്ടാക്കൽ ആ ഒരു ഇത് നടക്കില്ല ആ ഒരു വ്യക്തിക്ക്. പിന്നെ മിറ്റിഗേഷൻ എന്താണ്, നഷ്ടം ലഘൂകരിക്കില്ല. എന്തെങ്കിലും ഒരു നഷ്ടം നമ്മളിപ്പോൾ ഒരു ഫയർ ഇൻഷുറൻസ് പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം ലഘൂകരിക്കാനുള്ള മാക്സിമം ട്രൈ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പിന്നെ കോഴ്സ പ്രോക്സിമ ഏറ്റവും സമീപസ്ഥമായിട്ടുള്ളൊരു കാരണമാണ് കോഴ്സ പ്രോക്സിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ ഓറഞ്ചുമായിട്ട് പോകുന്നത് നമ്മുടെ വേറൊരു കാരണം കൊണ്ട് അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവർ ഉത്തരവാദികളല്ല. അപ്പം നമുക്ക് ആ ഒരു ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കോഴ്സ് നമ്മുടെ ഒരു വീടൊക്കെ ആണെങ്കിൽ അതിനിപ്പോൾ ഒരു തീപിടുത്തത്തിന് നമ്മൾ ഫയർ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യത്തിന് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം വേറൊരു സംഭവമാണ് ആദ്യം സംഭവിച്ചത്, എന്നിട്ടാണ് നമ്മുടെ ഈ ഒരു കാര്യം സംഭവിച്ചതെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ പ്രൈമറി ആയിട്ട് ഫസ്റ്റ് നടന്നൊരു കാര്യത്തിന് ആ ഒരു
കാരണത്താലേ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയാണ് ഈ ഒരു 7 പ്രിൻസിപ്പിളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് സർവീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.